ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മുകളിൽ മാത്രം പ്ലേറ്റ്സ് വന്നിട്ടുള്ളൊരു പഫ് ഡിസൈനാണ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന ഡിസൈനാണ് ഇത്. വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരുന്നത്. നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതേപോലെ ഒരു തുണി എടുത്തിട്ടുണ്ട്. ഫോൾഡ് ചെയ്ത ഭാഗം നമ്മുടെ വശത്തേക്ക് വരുന്ന രീതിയിലാണ് ഞാനിത് മടക്കിയിട്ടിരിക്കുന്നത്. നമുക്ക് എത്രയാണ് കൈ ഇറക്കാൻ വേണ്ടിയത് അതൊക്കെ നമ്മളുടെ കൈയുടെ നീളത്തിനനുസരിച്ച് എടുക്കുക. മുകളിൽ നിന്ന് ഒരു 3 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. അതിനെ നമുക്ക് ഇതേപോലെ ഒരു ലൈനാക്കി മാറ്റാം. ഈ ഒരു ഭാഗത്താണ് നമ്മൾ പഫ് വരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് എത്രയാണോ കൈയുടെ ഇറക്കം അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ടാണ് ഞാനിത് മാർക്ക് ചെയ്യുന്നത്. നമുക്ക് 10 10 11 ഇഞ്ചിൽ നമ്മൾ 3 മാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് 3.5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തിട്ട് നമ്മളുടെ ആം റൗണ്ടിൻ്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്യുക. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. മനസ്സിലായില്ലേ? എന്നിട്ട് നമുക്ക് ഇതുണ്ട്, ഈ ഒരു 3 ഇഞ്ച് താഴ്ത്തി വരച്ചതിൻ്റെ അവിടുന്ന് നമ്മൾ ആ 3.5 കൈക്കുഴി മാർക്ക് ചെയ്തെടുത്തിട്ട് ഒന്ന് കർവ് ഷേപ്പിൽ വരച്ചെടുത്തു. താഴ്ഭാഗത്ത് നമ്മുടെ കൈയുടെ വണ്ണത്തിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിടാം. അതിനെ നമുക്ക് ഇതേപോലൊരു ലൈനാക്കി മാറ്റാം. ഇനി നമുക്ക് പഫ് വരുന്ന ഭാഗം ഒന്ന് വരച്ചെടുക്കാം. നമുക്ക് ആ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ഭാഗത്തേക്ക് ഇതേപോലെ ഒന്ന് കർവ് ഷേപ്പിൽ നമുക്ക് എത്രയാണോ വീതി ഇങ്ങനെ പഫ് പൊങ്ങി നിൽക്കേണ്ടത് അതനുസരിച്ച് നമുക്ക് ഈ ഒരു ഭാഗം വീതി കൂട്ടിയെടുക്കാം. ഞാൻ ഏകദേശം ഇതേപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ എളുപ്പമാണ്. അപ്പോൾ കൂട്ടുകാരൊക്കെ അതൊന്ന് ചെയ്യാനായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത്. നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. നമ്മൾ ആ ഒരു 3 ഇഞ്ച് താഴ്ത്തി വരച്ചില്ലേ, അവിടെ നമുക്കൊരു ചെറിയ കട്ടിങ് കൊടുക്കാം. അവിടെ തൊട്ടാണ് നമ്മൾ പഫ് ഇട്ട് തുടങ്ങേണ്ടത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് പഫ് ഇടുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തു നിന്ന് മുകളിലേക്ക് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. കുഞ്ഞു പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുക. സെൻറ്റർ വരെ നമുക്ക് ചെറിയ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുക. സെൻറ്ററിൽ നിന്ന് നമ്മൾക്ക് വീണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്കല്ല, നമ്മൾ ആ സെൻറ്ററിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ വേണം പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ കൂടുതൽ ഭംഗി വരുന്നത്. നമുക്ക് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. കൂട്ടുകാർക്ക് ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറന്നു പോയപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാം. അതേപോലെ ബെൽ ബട്ടനെ ക്ലിക്ക് ചെയ്തിട്ട് വേണം ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ സെൻറ്ററിലേക്ക് ഫേസ് ചെയ്ത് നമുക്ക് പ്ലേറ്റ്സ് ഇട്ടെടുക്കാം. അപ്പോൾ നമുക്കിതുണ്ടോ, ഇപ്പം തന്നെ നല്ല ഒരു ഭംഗിയിൽ പഫ് കിട്ടിയിട്ടുണ്ട്. താഴ്ഭാഗം ഒരു 1/2 ഇഞ്ചിൽ നമുക്ക് മടക്കി അടിക്കാം. 1/4 ഇഞ്ച് അകത്തേക്ക് വെച്ചിട്ട് വീണ്ടും ഒരു 1/2 ഇഞ്ച് വീതിയിൽ മടക്കി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ചെയ്യാനുള്ളത് അതിൻ്റെ സൈഡൊന്ന് കൂട്ടിയടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ചുരിദാറിലും സാരി ബ്ലൗസിലും ഒക്കെ ചെയ്യുന്നത് കേട്ടോ. ആ ഒരു ഡൗട്ട് തീരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്ലീവ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ സൈഡ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയുള്ളൊരു സ്ലീവാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കുക. വീണ്ടും ഒരു നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.